ടീച്ചറിന്റെ മക്കൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നില്ലേ? അപ്പൊ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതിനു മുൻപ് ടീച്ചർ പറയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അതെങ്ങനെ ജോയിൻ ചെയ്യാന്നല്ലേ നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിലൊരു ലിങ്ക് ഉണ്ടാവും. അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ എന്റെ മക്കൾക്ക് വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് നേരിട്ട് ജോയിൻ ചെയ്യാട്ടോ. അപ്പൊ ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ, നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അപ്പൊ ഇന്ന് ടീച്ചർ പറയാൻ പോകുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ടീച്ചർ പറയാണ്, പക്ഷെ വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് നോക്കാം എന്താണെന്ന്. പരീക്ഷയ്ക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യമാണ് കേട്ടോ. അവിടെ ഒരു കുട്ടി നിന്നിട്ട് ഇങ്ങനെ പറയുന്ന കണ്ടില്ലേ? പരീക്ഷയ്ക്ക് ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യമാണ്. എന്താണ് ചോദ്യം എന്നല്ലേ? മുൻവർഷ ചോദ്യത്തിൽ വന്നതാണ് കേട്ടോ. പരീക്ഷയ്ക്ക് മുൻപ് ചോദിച്ച ഒരു ചോദ്യമാണ് ടീച്ചറ് മക്കളോട് പറഞ്ഞു തരുന്നത്. എന്താണ് എന്നല്ലേ? നോക്കിക്കോട്ടോ. നീതുവിന്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകൾ നോക്കൂ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതൂ. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതൂ. നീതുവിന്റെ മുത്തശ്ശി അവളോട് ചോദിച്ച കടങ്കഥകളാണ്. ആ കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതാനാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം. ഡോക്ടർ വന്നു, കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. ഡോക്ടർ വന്നു, കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. എന്താണ്? ഡോക്ടർ വന്നു കുത്തിവെച്ചു. ഡോക്ടർ വന്നു, കുത്തിവെച്ചു, ഫീസ് വാങ്ങാതെ ഓടിപ്പോയി. എന്താണ് ഉത്തരം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും മനസ്സിൽ വരുന്നുണ്ടോ? നമുക്ക് നോക്കാട്ടോ. ധാരാണ് നിൽക്കുന്നത്. ആരാണിത്? ആരാണ്? കൊതുകാണ്. ഡോക്ടർ വന്നു, കുത്തിവെച്ചു, അല്ലേ? ഡോക്ടറായിട്ട് വന്നിട്ട് നമ്മളെ കുത്തിവെച്ചിട്ട് ഫീസ് ഒന്നും വാങ്ങാതെ അങ്ങ് ഓടിപ്പോയി. അതാരാണ്? കൊതുകാണ് കേട്ടോ. കൊതുകാണ്. ഇതിന്റെ ഉത്തരം കൊതുക്. എല്ലാരും ഒന്ന് പറഞ്ഞു നോക്കിയേ. കൊതുക്. അടുത്തത് ടീച്ചർ പറയട്ടെ. വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി. വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി. നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചങ്ങാതി. വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി. നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചങ്ങാതി. ആരാണ്? വാർത്തകളൊക്കെ നമ്മളോട് പറയും, പാട്ടുകളൊക്കെ പാടിത്തരും. ഇനിയിപ്പൊ നാട്ടുകാരെ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും, അല്ലേ? വീട്ടിലിരിക്കുന്ന ചങ്ങാതി ആരാണ് എന്നാണ് ഉത്തരം ടീച്ചർ കാണിച്ചു തരാൻ. പറഞ്ഞോളൂ. TV ആണല്ലേ? ആരാണ്? എന്താണ്? ടെലിവിഷൻ അല്ലെ? TV അല്ലേ? TV അല്ലെങ്കിൽ ടെലിവിഷൻ അല്ലേ? TV മുഴുവനായിട്ട് നമ്മൾ ടെലിവിഷൻ എന്നാണ് കുഞ്ഞുങ്ങളെ പറയുന്നേ. ടെലിവിഷൻ. ഇത് പഴയ കാലത്തെ TV ആണ് അല്ലെ? ഇത് പുതിയ നമ്മുടെ വീട്ടിലൊക്കെ ഇല്ലേ LCD TV ഒക്കെയാണ്. ഇതെന്താണ്? പണ്ട് കാലത്തുള്ള TV ആണല്ലേ? ഇത് ഇങ്ങനത്തെ TVകളായിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതിന്റെ ഉത്തരം മക്കൾക്ക് കിട്ടിയില്ലേ? എന്താണ് ചോദിച്ചത്? വാർത്തകൾ പറയും ചങ്ങാതി, പാട്ടുകൾ പാടും ചങ്ങാതി. നാട്ടുകാരെ വീട്ടിൽ കാട്ടും, വീട്ടിലിരിക്കും ചങ്ങാതി. ഉത്തരം TV. ഉത്തരം TV ആണ്. താഴെ പറയുന്നവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതൂ. അപ്പൊ 2 നമ്മളോട് കടങ്കഥ ചോദിച്ചു. ഇനി അടുത്ത പ്രവർത്തനാണ്. താഴെ പറയുന്നവ ഉത്തരമായി വരുന്ന കടങ്കഥകൾ എഴുതൂ. ആദ്യത്തേത് തവളയാണ്, രണ്ടാമത്തേത് ചേനയാണ്. അപ്പൊ തവള എന്നുള്ളതിനും ചേന എന്നും ഉത്തരം കിട്ടുന്ന 2 കടങ്കഥകൾ നമ്മൾ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് എഴുതണം. ഏതാണ്? നമുക്ക് നോക്കാട്ടോ. തവള. ആദ്യം തവളയെ നോക്കാം.
അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ഒപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട്. ഉത്തരം തവള. ഉത്തരം തവള. അപ്പൊ അത് മക്കൾക്ക് കിട്ടിയല്ലോ. അടുത്തത് ചേനയെ പറ്റിയായിരുന്നു എഴുതാൻ പറഞ്ഞത്. നോക്കിക്കേ, അടിപാറ, നടുവടി, ല്ലേ, മീതേ കുട. അടിപാറ, നടുവടി, മീതേ കുട. അടിപാറ പോലെയും നടുവടി പോലെയും മീതെ ഒരു കുട പോലെയും നിൽക്കുന്ന ചേന, അല്ലേ? അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണോ? അടിപാറ, നടുവടി, മീതേ കുട. അപ്പൊ 2 പ്രവർത്തനങ്ങൾ അതില് നമ്മളോട് പറഞ്ഞു. ഇനി അടുത്ത പ്രവർത്തനം ഇതാണ്. ഒരു കടങ്കഥ സ്വന്തമായി തയ്യാറാക്കി എഴുതൂ. ഒരു കടങ്കഥ നമ്മൾ എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് തയ്യാറാക്കി എഴുതണം. ഒരു കടങ്കഥ എഴുതിയാലോ? നോക്കി, ഞെട്ടില്ല വട്ടയില്ല. എന്താ ഉത്തരം? ഉത്തരം എന്താണ്? ഞെട്ടില്ല വട്ടയില്ല, പപ്പടം. പപ്പടം. അപ്പോ ഇതാണ് ഈ ചോദ്യം. അപ്പൊ മറക്കല്ല, പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയാണ്. അപ്പൊ അടിപൊളി, അടുത്ത ക്ലാസ്സിൽ അടിപൊളി ചോദ്യങ്ങളും അല്ലെങ്കിൽ പുതിയ കണ്ടന്റും ആയിട്ട് ടീച്ചർ വരാട്ടോ. ടാറ്റാ.